വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നൊരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് 3 ഗ്രാമ്പു, 3 ചെറിയ പീസ് കറുവപ്പട്ട എന്നിവയാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ. അതൊന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട്. ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ എടുത്തേക്കുന്നത് 2 മീഡിയം സൈസിലുള്ള സവാളയാണ് കേട്ടോ. അപ്പോൾ ഇതാ സവാള ഇട്ടു നമ്മളത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടുന്നതിനായിട്ട് നമ്മളതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. സവാള നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ ഞാനതിലേക്ക് ഒരു പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പാകത്തിന്, അവനവൻ്റെ പാകത്തിനനുസരിച്ച് നമുക്ക് മുളക് ഇടാം കേട്ടോ. അപ്പോൾ ഈ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇത്രയും പൊടികളാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ പൊടികളുടെ പച്ചമണം മാറുന്നതിനായിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ പൊടികളുടെ പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് തക്കാളി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ചെറിയ തക്കാളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് നന്നായിട്ട് ഇളക്കി അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് നമുക്ക് ഒരു ശകലം ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഈ വീഡിയോയിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത്, അധികമാവാൻ പാടില്ല, പാകത്തിന് ഉപ്പിട്ട് കൊടുത്ത് നമുക്കത് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തക്കാളി വഴന്ന് വരും. ശേഷം ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടി അതിലൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ മുട്ടക്കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ തിളച്ച് വന്നേക്കുന്ന കറിയിലേക്ക് നമുക്ക് പുഴുങ്ങിയ മുട്ട ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പുഴുങ്ങിയ മുട്ടയിലേക്ക് ഗ്രേവി പിടിക്കാനായിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ട് നമുക്ക് ഇടാം കേട്ടോ. പിന്നെ ഗ്രേവി എല്ലായിടത്തും പിടിക്കുന്നതിനായിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അവസാനമായി നമ്മൾ ഇതിലേക്ക് കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ മുട്ടക്കറി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.